എൻ്റെ ഒ പിയിൽ വരുന്ന ഒരു 70% പേഷ്യൻസും പറയുന്നൊരു കാര്യമാണ്, സാർ എനിക്ക് സ്ലിപ്പ് ഡിസ്ക് ആണ്. എന്താണ് സ്ലിപ്പ് ഡിസ്ക്? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ മൊബൈലായ ഒരു ജോയിൻറ്റിൻ്റെ ഏരിയയാണ് സ്പൈൻ. നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ 18 മണിക്കൂറെങ്കിലും അതിനെ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉറങ്ങുന്ന സമയത്ത് മാത്രമേ അതിനൊരു ഓഫ് ലോഡിങ് പർപ്പസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രമാത്രം കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ഉള്ളൊരു ഏരിയയ്ക്ക് തീർച്ചയായിട്ടും വെയർ ആൻഡ് ടയർ സംഭവിക്കും. അപ്പോൾ നമ്മൾ സ്പൈനിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ എല്ലും തമ്മിൽ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഡിസ്ക് അല്ലെങ്കിൽ ജെല്ലി പോലെ ഇരിക്കുന്നൊരു സബ്സ്റ്റൻസ് ഉള്ളത്. ഈ വെയർ ആൻഡ് ടയർ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ സ്പേസ് കുറയുകയും ഈ ഡിസ്ക് തെറ്റി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് തെറ്റി പോകുമ്പോൾ എന്തുണ്ടാവണേ, ഈ ഡിസ്കിന് ചുറ്റുമുള്ള ഞരമ്പുകളിൽ ഇത് പോയി പ്രസ് ചെയ്യുകയും ആ പ്രസ്സിലൂടെ നമ്മുടെ കാലിലേക്ക് വേദന വരികയും കാലിൽ തരിപ്പ്, മരവിപ്പ്, ചുട്ടുനീറ്റം എന്നീ സംഭവങ്ങളുണ്ടാവും. ഇതാണ് ബേസിക്കലി സ്ലിപ്പ് ഡിസ്ക്. ഈ സ്ലിപ്പ് ഡിസ്കിന് പണ്ട് മുതൽക്ക് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് എന്താണ്? ട്രാക്ഷൻ ഇടുന്നു അല്ലെങ്കിൽ മണൽ സഞ്ചി കെട്ടിയിടുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? നമ്മുടെ ഒരു ബോഡിക്ക് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡി അതിനെ തിരിച്ച് റിയാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പേഷ്യൻസ് പറയും വെയിറ്റ് ഇടുന്ന സമയത്ത് വേദന കൂടുന്നു എന്ന്. അവിടെയാണ് സ്പൈനൽ ഡീകംപ്രഷൻ അല്ലെങ്കിൽ ട്രൂ സ്പൈനൽ ഡീകംപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ അവസ്ഥ എന്താണ് ബേസിക്കലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്? നമ്മുടെ ബോഡിക്ക് ഒരു ഡിസ്ട്രാക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു റിലാക്സേഷൻ ഫേസ് കൊടുക്കുന്നു. അത് കമ്പ്യൂട്ടറൈസ്ഡായി ടാർഗറ്റഡ് ആയ ലെവലിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഒരുപാട് സെഷനിലൂടെ അല്ലെങ്കിൽ മിനിമം ഒരു 12 to 14 സെഷൻസ് സ്പൈനൽ ഡീകംപ്രഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിസ്കിലേക്കുള്ള ജലാംശയം കൂടുകയും ആ പുറത്ത് പോയിരിക്കുന്ന ഡിസ്ക് ഉള്ളിലേക്ക് പോവുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള സ്പൈൻ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ ഈ സ്ലിപ്പ് ഡിസ്കിന് ഒരു ശാശ്വത പരിഹാരം കിട്ടും.